നമസ്കാരം കുട്ടികളെ. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫ്ലോട്ടേഷനെ കുറിച്ചാണ്. ലോ ഓഫ് ഫ്ലോട്ടേഷൻ. അത് ഒരു ദ്രാവകത്തിലൊരു വസ്തു മുങ്ങുമ്പോൾ, നിമഗ്നമാകുമ്പോൾ അതിന് ഒരു ഭാരനഷ്ടം സംഭവിക്കുമെന്നും ആ ഭാരനഷ്ടം അത് ആദേശം ചെയ്ത ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ദ്രാവകത്തിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ വസ്തുവാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. ദ്രാവകത്തിനേക്കാളും ഡെൻസിറ്റി കൂടിയതാണെങ്കിൽ അത് ആ ദ്രാവകത്തിലേക്ക് മുങ്ങിപ്പോകും. അത് ദ്രാവകത്തിൻ്റെയും ആ വസ്തുവിൻ്റെയും ഡെൻസിറ്റി ഈക്വൽ ആണെങ്കിൽ അത് ജസ്റ്റ് അതിൽ ഫ്ലോട്ട് ചെയ്യും. മുകളിലും താഴെ നിന്നുള്ള മർദ്ദം ഒരുപോലെയാകുന്ന പോലെ ഫ്ലോട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫ്ലോട്ട് ചെയ്യുന്ന വസ്തുവിന് ആ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും ഈക്വൽ ആകുന്ന ആ പൊസിഷൻ വരെ അത് വെള്ളത്തിൽ മുങ്ങും. ആ ഒരു പൊസിഷനിൽ അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, ഭാഗികമായിട്ട് മുങ്ങും. അത് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ഉണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ഈ പ്ലേലിസ്റ്റിലെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. അതിൻ്റെ സംബന്ധിച്ച പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന ചാപ്റ്ററിൽ പ്രഷർ എന്ന ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ആദ്യം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? അന്തരീക്ഷ മർദ്ദം, അന്തരീക്ഷത്തിൻ്റെ മർദ്ദം. ആ വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാം. അന്തരീക്ഷം ഭൂമിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദം, അല്ലെങ്കിൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി atmosphere is called atmospheric pressure. എന്താണ് ഇവിടെ പറയുന്നത്? The earth is surrounded by air which is mixture of oxygen, nitrogen, hydrogen, carbon dioxide and some rare gases all around. This thick envelope of air is called the atmosphere. ഭൂമിക്ക് ചുറ്റും ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ റെയർ ഗ്യാസുകൾ, ഇവയൊക്കെ അപൂർവ ഗ്യാസുകൾ, പലതരം വാതകങ്ങളുടെ ഒരു മിക്സറാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, എർത്തിന് ചുറ്റും. ദിസ് തിക്ക് എൻവലപ്പ് ഓഫ് എയർ ഈസ് കോൾഡ് ദി അറ്റ്മോസ്ഫിയർ. ഈ വാതകങ്ങളുടെ കട്ടി കൂടിയ ഈ ആവരണത്തിനെയാണ് അറ്റ്മോസ്ഫിയർ. ഭൂമിക്ക് ചുറ്റുമുള്ള ഈ വാതകങ്ങളുടെ ആവരണത്തെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദി അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്റ്റെൻഡ് അപ് ടു മെനി കിലോമീറ്റേഴ്സ്. വളരെ കുറേ കിലോമീറ്ററുകളോളം അത് മുകളിലേക്ക് വ്യാപിച്ചു നിൽക്കുന്നു. എബവ് ദി സർഫസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ മുകളിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ചിരിക്കുന്നു. The weight of this air acting on the unit area of earth is called atmospheric pressure. ഈ വായുവിൻ്റെ മർദ്ദം ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ ഓഫ് എർത്ത്, ഭൂമിയുടെ നിശ്ചിത ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഈ വായുവിൻ്റെ ഭാരത്തിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ വായുവിൻ്റെ ഭാരം നമ്മുടെ ഭൂമിയിൽ ചെലുത്തപ്പെടുന്നു. ഈ ബലത്തിനെയാണ് ഈ ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അത് ഓരോ സ്ഥലത്തിനും അനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഭൂമിയിൽ എല്ലായിടത്തും കൃത്യമായിട്ട് ഒരുപോലെ അല്ല. സോ ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് എയർ. അത് എന്തുകൊണ്ടാണ് ഒരുപോലെ അല്ല എന്ന് പറയുന്നത്? ഭൂമിയിൽ ഉയരം കൂടിയ പ്രദേശങ്ങളുണ്ട്, താഴ്ന്ന പ്രദേശങ്ങളുണ്ട്, ഭൂമധ്യരേഖാ പ്രദേശങ്ങളുണ്ട്, ധ്രുവ പ്രദേശങ്ങൾ. അതിൻ്റെ മുകളിൽ എയറിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ഉയർന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ മുകളിലേക്ക് വായുമണ്ഡലം കുറവായതുകൊണ്ട് ആ ഭാഗത്ത് അന്തരീക്ഷ മർദ്ദം, വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. താഴ്ന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ മുകളിലേക്കുള്ള വായുവിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് അവിടെ അന്തരീക്ഷ മർദ്ദം കൂടുതലാകാനും ആയിരിക്കും. അതുപോലെ വായുവിൽ ചിലപ്പം ഹ്യൂമിഡിറ്റി കൂടിയ സമയങ്ങളിൽ വായുവിന് ഭാരം കൂടുതലായിരിക്കും. നേരെ മറിച്ച് ടെമ്പറേച്ചർ കൂടിയ സമയങ്ങളിൽ വായുമർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ചെറിയ വേരിയേഷൻ എപ്പോഴും ഓരോ സ്ഥലത്തും, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കനുസരിച്ചും സ്ഥലങ്ങളുടെ പൊസിഷൻ അനുസരിച്ചും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. Changes in density, it cannot be calculated due to change in density of air at different heights and altitudes.
അറ്റ് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ, വ്യത്യസ്ത ഉയരങ്ങളിലും വ്യത്യസ്ത ടെമ്പറേച്ചറിലും ഒക്കെ ഇതിൻ്റെ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മാറ്റം ഉണ്ടാകാം. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ ഹൈറ്റ് ഓഫ് കോളം ഓഫ് മെർക്കുറി ദാറ്റ് ഇറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ്. എത്ര ഉയരത്തിൽ മെർക്കുറി കോളത്തിനെ അത് താങ്ങി നിർത്താനുള്ള കഴിവുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ഈ അന്തരീക്ഷമർദ്ദം കണക്കാക്കുന്നത്. ബാർ ഈസ് എ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് if the atmospheric pressure is 1 bar, the column of mercury has a height of 26 centimeter or 760 millimeter. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണ് എന്ന് ഓൺ ആൻ ആവറേജ് 1 ബാർ ആണെന്ന് നമ്മൾ കണക്കാക്കിയാൽ അത് ആ അന്തരീക്ഷമർദ്ദത്തിന് താങ്ങി നിർത്താൻ കഴിയുന്ന മെർക്കുറി കോളത്തിൻ്റെ, ആ മർദ്ദം കൊണ്ട് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന മെർക്കുറി കോളത്തിൻ്റെ അളവാണ് 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അതൊന്നും കൂടി വിശദമാക്കാം. എന്താണ് ഈ മെർക്കുറി കോളം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. ഇതാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. ഒരു പാത്രത്തിൽ മെർക്കുറി നിറച്ചിരിക്കുന്നു. അതുപോലെ 1 മീറ്റർ നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലും മെർക്കുറി നിറച്ചിരിക്കുന്നു. നേരെ വെച്ചിട്ട് നിറച്ചിരിക്കുന്നു. ഗ്ലാസ് ട്യൂബ് ഒരു എൻഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു. അതിൻ്റെ ഓപ്പൺ എൻഡിൽ വിരൽ കൊണ്ട് അടച്ചതിന് ശേഷം ഇതിനകത്ത് നിറച്ചും മെർക്കുറി നിറയ്ക്കും. എന്നിട്ട് ആ ഓപ്പൺ എൻഡ് നമ്മുടെ വിരൽ കൊണ്ട് അടച്ചു പിടിച്ചിട്ട് ഈ മെർക്കുറിയിലേക്ക് ഈ ഓപ്പൺ എൻഡ് കമിഴ്ത്തി പിടിക്കുക. ആദ്യം നേരെ പിടിച്ച് നിറയ്ക്കുക, എന്നിട്ട് അടച്ചു പിടിച്ചുകൊണ്ട് ഈ മെർക്കുറിക്കകത്തേക്ക് ആ ഓപ്പൺ എൻഡ് മുക്കുക. എന്നിട്ട് മെല്ലെ കൈ അവിടുന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു ട്യൂബാണെന്ന് കരുതട്ടെ. ഈ പാത്രത്തിലും മെർക്കുറിയാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെർക്കുറി മെല്ലെ ഇവിടുന്ന് ആ താഴേന്ന് വിരൽ മാറ്റി കഴിയുമ്പോൾ മെല്ലെ ഇതിൻ്റെ ലെവൽ താഴാൻ തുടങ്ങും. ഇത് 75 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 75 ചില സ്ഥലങ്ങളിൽ 76 കാണാം. 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഓൺ ആൻ ആവറേജ് വാല്യൂ ആണ്. ഈ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ്, ഇതാണ് ഈ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ 29.9 ഇഞ്ചാണ് ഇവിടെ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മെർക്കുറി ലെവൽ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ താഴേക്ക് പോരില്ല? എന്തുകൊണ്ടാണ് അങ്ങനെ പോരാത്തത്? ഈ കുറച്ച് ഭാഗം വാക്വമായിരിക്കും. അതായത് 76 മില്ലിമീറ്റർ കഴിഞ്ഞാൽ ബാക്കി 24 മില്ലിമീറ്റർ വാക്വമായിരിക്കും ഈ ട്യൂബിൽ. മൊത്തം ഈ മെർക്കുറി ലെവലിൽ, ഈ പാത്രത്തിലെ മെർക്കുറി ലെവലിൽ നിന്ന് മുകളിലേക്ക് 1 മീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ അത് കണക്കാക്കേണ്ട, ഇത് കൃത്യം 76 സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കും ഈ മെർക്കുറി കോളം. അതെന്തുകൊണ്ടാണ് അത്രയും കോളം ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ കാരണം? ഈ മെർക്കുറിയിൽ അന്തരീക്ഷം ചെലുത്തുന്ന മർദ്ദം കൊണ്ടാണ്. ആ മർദ്ദം ഈ മെർക്കുറിയെ താങ്ങി നിർത്തുന്നു. അത് എത്ര വലിയ പാത്രമാണെങ്കിലും എത്ര ചെറിയ പാത്രമാണെങ്കിലും അതിനുള്ളിൽ ഈ 76 മില്ലിമീറ്റർ അന്തരീക്ഷ മർദ്ദത്തിന് താങ്ങി നിർത്താൻ കഴിയുന്ന മെർക്കുറിയുടെ അളവാണ്. ഈ ഉപകരണം ഉപയോഗിച്ചാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇത് ചെറിയ തോതിലും മില്ലിമീറ്റർ കണക്കിന് മുകളിലേക്കും താഴേക്കും ഒക്കെ മാറും. അപ്പോൾ 76, 75 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 760, 762 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റം ആ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ബാരോമീറ്റർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനുള്ള ഉപകരണം, ബാരോമീറ്റർ. അപ്പോൾ ഈ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറയുമ്പോൾ ആരും കൺഫ്യൂഷൻ ആകണ്ട. ഈ അന്തരീക്ഷ മർദ്ദത്തിന് താങ്ങി നിർത്താൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഇത്രയും മെർക്കുറി ചെലുത്തുന്ന ഭാരം അല്ലെങ്കിൽ പ്രഷർ, അതാണ് ആ ഒരു അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് അന്തരീക്ഷ മർദ്ദം. 1 ബാർ ഈസ് ഈക്വൽ ടു ഏകദേശം 1 ബാർ എന്ന് പറയുന്നത് 760 മില്ലിമീറ്റർ. ചില സ്ഥലങ്ങളിൽ അന്തരീക്ഷ മർദ്ദം 75 സെൻറ്റിമീറ്റർ എന്നും 750 മില്ലിമീറ്റർ എന്നും കൊടുത്തിട്ടുണ്ടാവും. സപ്പോസ് കാൽക്കുലേഷനിലൊക്കെ നമ്മൾ 75 സെൻറ്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. ഇവിടെ അന്തർദേശീയമായിട്ട് അന്തരീക്ഷ മർദ്ദം 760 മില്ലിമീറ്റർ എന്നാണ് സൂചിപ്പിക്കാറ്. ഇനി അതിൻ്റെ കുറേ കൺവേർഷൻസ് ആണ് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലൊക്കെ പഠിച്ചതാണ്. 1 ബാർ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ.
ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 gram per centimeter ക്യൂബാണ്. ഓക്കെ, 1 atmospheric pressure is equal to 76 centimeter height of column of mercury. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അങ്ങനെയും പറയാറുണ്ട്. 1 atmospheric pressure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോണം ഒരു ബാർ അല്ലെങ്കിൽ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി അങ്ങനെയൊക്കെ പറയാം. 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി നമ്മൾ അതിനെ ഗ്രാമിലാക്കണമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി മെർക്കുറിയുടെ ഡെൻസിറ്റി 13.6 ആണ്. അതിന് 76 കൊണ്ട് 13.6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലായി. അത് കെ ജി പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ 10⁻1000 കൊണ്ട് ഗുണിക്കണം. ഇനി അത് ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടും 1.034 kg per centimeter ക്യൂബ് എന്നാണ്. അപ്പോൾ 76 × 13.6 × 10⁻³ 9.8. അത് ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ വീണ്ടും അതിനെ ഇത് എല്ലാത്തിനെയും ഗുണിച്ചതിനെ വീണ്ടും 9.8 കൊണ്ട് ഗുണിക്കണം. കെ ജിയെ ന്യൂട്ടനാക്കാൻ 9.8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1.13 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം 76 1 atmospheric pressure is equal to 10.13 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1.013 ബാർ. 76 മില്ലിമീറ്റർ മെർക്കുറി 1.013 ബാർ. അതെപ്പോഴും നമ്മൾ സാധാരണ 1 ബാർ എന്നാണ് എടുക്കാറ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1.013 ബാർ. ഇതിൻ്റെ യൂണിറ്റുകൾ 1 atmospheric pressure ഇൻ FPS സിസ്റ്റം 14.7 പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. ഈ 1 atmospheric pressure മെട്രിക് സിസ്റ്റത്തിൽ 1.0336 kg per centimeter ക്യൂബ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെട്രിക് സിസ്റ്റത്തിൽ CGS സിസ്റ്റത്തിൽ 1.014 × 10⁻6 dynes per centimeter ക്യൂബ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെട്രിക് സിസ്റ്റത്തിൽ ഇത് മെട്രിക് സിസ്റ്റമാണ് 33.91 ഫീറ്റ് ഓഫ് വാട്ടർ. 33.91 വെള്ളത്തിൻ്റെ ഉയരം. ആ മെർക്കുറിക്ക് പകരം വെള്ളമാണെങ്കിൽ 33.91 മീറ്റർ ആയിരിക്കും, അല്ല ഫീറ്റ് ആയിരിക്കും വെള്ളത്തിൻ്റെ ഉയരം. ഓക്കെ, അത് യൂണിറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 75 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 1 ബാർ ഈസിക്വൽ ടു 1000 മില്ലി ബാർ. അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫേഴ്സ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എർത്ത്. ഭൂമിയിൽ ഉയരത്തിനനുസരിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ദർ ഇസ് എ ഡ്രോപ്പ് ഓഫ് 1.3 മില്ലി ബാർ ഇൻ എയർ പ്രഷർ ഫോർ എവരി 11 മീറ്റർ ഹൈറ്റ് എബോവ് ദ സീ ലെവൽ. ഓരോ സമുദ്രനിരപ്പിൽ നിന്നും 11 മീറ്റർ ഉയരത്തിൽ പോകുമ്പോഴേക്കും 1.3 മില്ലി ബാർ പ്രഷർ കുറയും. അല്ലെങ്കിൽ എ ഡ്രോപ്പ് ഇൻ എയർ പ്രഷർ ഈസ് 1 millimeter ഓഫ് മെർക്കുറി ഫോർ എവരി 1000 ഫീറ്റ് ഹൈറ്റ് എബോവ് ദ സീ ലെവൽ. ആ മെട്രിക് സിസ്റ്റത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1000 അടി ഉയരത്തിലേക്ക് പോകുമ്പോൾ 1 millimeter ഓഫ് മെർക്കുറി 1 മെർക്കുറി എന്ന് എഴുതിയിരിക്കുന്നത് 1 millimeter ഓഫ് മെർക്കുറി അവിടെ പ്രഷർ കുറയും 1000 ഫീറ്റ് മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് വായുവിൻ്റെ മർദ്ദം പർവ്വത പ്രദേശങ്ങളിൽ ഹിമാലയത്തിലും എവറസ്റ്റിലൊക്കെ പോകുന്നവർ വായുവിൻ്റെ മർദ്ദം അവിടെ വളരെ വായു കുറവാണ്. അപ്പോൾ വായു കുറവാണെന്ന് പറഞ്ഞാൽ വായുവിൻ്റെ മർദ്ദം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്രിമ എയർ സിലിണ്ടറും ഒക്കെ ആയിട്ട് ശ്വസിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എയർ ഈസ് എ മിക്സർ ഓഫ് ഗ്യാസസ്. വായു എന്ന് പറയുന്നത് വാതകങ്ങളുടെ ഒരു മിക്സ്ചറാണ്. ഇറ്റ് കണ്ടെയ്ൻസ് നൈട്രജൻ 78%, ഓക്സിജൻ 21%, അതർ ഗ്യാസസ് 1%, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള വാതകങ്ങളുടെ എല്ലാം കൂടെ ഒരു മിക്സറാണ് എയർ. ഈ പെർസെൻറ്റേജ് ഒന്നും കറക്റ്റ് അല്ല. ഓക്കെ, എയർ ഈസ് ഇൻവിസിബിൾ, കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. വായു കാണാൻ പറ്റുന്നില്ല, ഇൻവിസിബിളാണ്, കളറില്ലാത്തതാണ്, മണമില്ലാത്തതാണ്, ടേസ്റ്റ് ഇല്ലാത്തതാണ്. അതാണ് എയറിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇനി ഗേജ് പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് ഇൻസൈഡ് ദ സിലിണ്ടർ ഓർ ട്യൂബ് ഈസ് ഗേജ് പ്രഷർ. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ വേരിയസ് പ്രഷർ ഗേജസ്. ഈ പ്രഷർ ഗേജ് കൊണ്ട് നമുക്ക് അളന്നാൽ കിട്ടുന്ന പ്രഷറിനെയാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്.
ഒരു കണ്ടെയ്നറിലോ ട്യൂബിലോ പിന്നെ നിറച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്യൂബിലൂടെ ഒഴുകുന്ന ദ്രാവകമോ വാതകമോ അങ്ങനെയുള്ള പിന്നെ വസ്തുക്കളുടെ പ്രഷർ നമ്മളൊരു പ്രഷർ ഗേജ് കൊണ്ട് അളക്കുമ്പോൾ കിട്ടുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ എന്ന് വെച്ചാൽ ഗേജിൽ അളന്നിക്കുന്ന പ്രഷർ. മെട്രിക് സിസ്റ്റം അതിൻ്റെ യൂണിറ്റ് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചും മെട്രിക് സിസ്റ്റത്തിൽ kg/cm²ആണ്. അപ്പോൾ എന്താണ് ഈ ഗേജ് പ്രഷർ? അതല്ലേ നമ്മുടെ പ്രഷർ എന്ന് വിചാരിക്കും. പക്ഷേ അതല്ലാതെ വേറൊരു പ്രഷറുണ്ട്. ആക്ച്വലി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നോക്കാം, ദ സം ഓഫ് ദി ഗേജ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഒരു പ്രഷർ ഗേജ് നമ്മൾ വായുവിൽ വെറുതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ 0 റീഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ദ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ദ സം ഓഫ് ദി ഗേജ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ. ദ സം ഓഫ് ഗേജ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ. ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ കൂട്ടുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, പ്രഷർ ഗേജിൽ നമ്മൾ ഓപ്പണായിട്ട് വെച്ചിട്ട് ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ നമ്മൾ പ്രഷർ ഗേജിൽ നോക്കിയാൽ അതിൽ 0 റീഡിംഗ് ആണ് ഉണ്ടാവുക. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ അന്തരീക്ഷ മർദ്ദം ഉണ്ട്. അപ്പോൾ ആ അന്തരീക്ഷ മർദ്ദവും കൂടെ കൂട്ടി ഗേജ് പ്രഷറിൻ്റെ കൂടെ അന്തരീക്ഷ മർദ്ദവും കൂടെ കൂട്ടുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്രഷർ ഗേജിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദം റീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ അന്തരീക്ഷ മർദ്ദവും കൂടെ കൂട്ടി കിട്ടുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നേരെ മറിച്ച് അബ്സല്യൂട്ട് പ്രഷർ ഇവിടെ ഗേജിൽ നമ്മൾ പ്രഷർ അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറവാണെങ്കിൽ അല്ലെങ്കിൽ വാക്വം പ്രഷർ ആണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് ആ ഗേജ് പ്രഷർ മൈനസ് ചെയ്യണം. അതായത് വാക്വം പ്രഷർ മൈനസ് പ്രഷർ, അതായത് അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ മർദ്ദമാണ് ഒരു സിലിണ്ടറിലോ ഒരു കണ്ടെയ്നറിലോ ഉള്ളതെങ്കിൽ അത് അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറവാണല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രഷർ കാണിക്കും, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യണം. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ മൈനസ് പ്രഷർ ആണെങ്കിൽ അല്ലെങ്കിൽ വാക്വം പ്രഷർ ആണെങ്കിൽ, ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യണം. അതും കൂടി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗേജ് പ്രഷർ, ഗേജിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ ഗേജ് പ്രഷറിൻ്റെ കൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി പ്രഷർ ഗേജസ്. എന്താണ് പ്രഷർ ഗേജ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി പ്രഷർ ഓഫ് വേരിയസ് ലിക്വിഡ് ഓർ ഗ്യാസ് ഇൻസൈഡ് എ സിലിണ്ടർ, കണ്ടെയ്നർ ഓർ സിലിണ്ടർ. ഒരു സിലിണ്ടറിലോ ഒരു കണ്ടെയ്നറിലോ നിറച്ചിരിക്കുന്ന ദ്രാവകത്തിൻ്റെയോ വാതകത്തിൻ്റെയോ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളെയാണ് പ്രഷർ ഗേജുകൾ എന്ന് പറയുന്നത്. ഒരു ചെറിയ കണക്ക്, ദ റീഡിംഗ് പ്രഷർ റീഡിങ് മില്ലിമീറ്ററിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു മില്ലി ബാർ അല്ലെങ്കിൽ ബാറിലേക്കോ നമ്മൾ മാറ്റണം. 1 ബാർ ഈസ് ഈക്വൽ ടു 750 millimeter ഓഫ് മെർക്കുറി ആണ് നമ്മൾ നേരത്തെ പഠിച്ചു. ദ റീഡിംഗ് ഈസ് 120 millimeter ഓഫ് മെർക്കുറി. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ യൂണിറ്റിൽ പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ അത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രഷർ ഗേജിൽ മാനോമീറ്ററിൽ അതിൻ്റെ റീഡിങ് 120 millimeter ആണെങ്കിൽ 120 millimeter ഓഫ് മെർക്കുറി ആണ് ഇവിടെ പ്രഷർ കാണിക്കുന്നതെങ്കിൽ 120/750 750 ഒരു പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഒരു ബാർ എന്ന് പറയുന്നത്. അപ്പോൾ 120നെ 750 കൊണ്ട് ഹരിക്കുക, അപ്പം ബാറിലായി. അതിൽ 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മില്ലി ബാറിലായി. അപ്പം ഇത് 120/750 ഇൻറ്റു 1000 ഇസ് ഈക്വൽ ടു 160 മില്ലി ബാർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. മറ്റൊരു തരത്തിൽ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന 750 millimeter ഓഫ് മെർക്കുറി ഇസ് ഈക്വൽ ടു 1 ബാർ തന്നിരിക്കുന്നു. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. 750 millimeter ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് ഒരു ബാർ ആണെന്ന് കണക്കാക്കിയാൽ 1 millimeter ഈസ് ഈക്വൽ ടു 1 millimeter ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു 1/750 ബാർ. 1 millimeter ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 1/750 ആണ്. അപ്പോൾ 120 millimeter ഓഫ് മെർക്കുറി എന്ന് പറയുന്നതോ 120 millimeter ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു 120/750. അത് തന്നെയാണ് നമ്മൾ 120/750 ബാറാണ്. 120/750 ഇൻറ്റു 1000 കൊണ്ട് ഗുണിക്കണം മില്ലി ബാറിലേക്ക് മാറ്റാൻ.
1000 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 160 മില്ലി ബാർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ അത് ബാറിലേക്കും മില്ലി ബാറിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്: ടു മെഷർ ദി പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വാക്വം ഓഫ് ആൻ IC എൻജിൻ. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ്റെ ഉള്ളിലെ പ്രഷർ മർദ്ദം അളക്കുന്നതിനൊക്കെ നമ്മൾ പ്രഷർ ഗേജുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ബാരോമീറ്ററും മാനോമീറ്ററുകളും എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷ മർദ്ദം, ഞാൻ മുമ്പേ കാണിച്ച അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് മാനോമീറ്റർ. ഇതാണ് ഒരു മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതും ടു മെഷർ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. നമ്മൾ കാലാവസ്ഥ പ്രവചനത്തിനൊക്കെ അന്തരീക്ഷ മർദ്ദം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി വെതർ ഫോർകാസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ടു ഫൈൻഡ് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് മൗണ്ടൻ, ഡെപ്ത് ഓഫ് മൈൻസ് ആൻഡ് വാലി അബോവ് ദി സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും വലിയ പർവ്വതങ്ങളുടെ ഉയരം കണ്ടുപിടിക്കുന്നതിനും, അത് പ്രഷർ മുകളിലേക്ക് പോകുമ്പോൾ എത്ര കുറയുന്നു അതിനനുസരിച്ച് 11 മീറ്ററിൽ ഒരു മില്ലി ബാർ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അത് വെച്ചിട്ട് നമുക്ക് പർവ്വതങ്ങളുടെ ഉയരവും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളുടെ ഖനികളുടെ അടിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ കൂടും, അവിടുത്തെ മർദ്ദവും കണ്ടുപിടിച്ച് അതിൻ്റെ ആഴമൊക്കെ കണ്ടുപിടിക്കാൻ ഈ ബാരോമീറ്റർ ഉപയോഗിക്കുന്നു. ഈ മാനോമീറ്റർ ടു മെഷർ ദി പ്രഷർ ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ദ്രാവകങ്ങളുടെയും വാതകങ്ങളുടെയും ഒക്കെ മർദ്ദം കണ്ടുപിടിക്കാൻ, ഒരു കണ്ടെയ്നറിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങളുടെയും ദ്രാവകങ്ങളുടെയും ഒക്കെ പ്രഷർ കണ്ടുപിടിക്കാനാണ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് U-tube മാനോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ. മാനോമീറ്റേഴ്സ് വേറൊരു തരം ബർദൻ ട്യൂബ് പ്രഷർ ഗേജസ് ആർ യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ ഓഫ് ദി സ്റ്റീം ഫ്രം ഹൈ പ്രഷർ ബോയിലർ ആൻഡ് സിലിണ്ടർ. It is also used to measure temperature, vacuum and vacuum in IC engines. ഈ ബർദൻ ട്യൂബും അതെന്താണെന്ന് നമ്മൾ ഇനി പഠിക്കാം. അപ്പോൾ ഈ ബർദൻ ട്യൂബും പ്രഷർ ഗേജും വലിയ കൂടിയ പ്രഷറുകൾ സിലിണ്ടറിൻ്റെ അകത്തും നമ്മുടെ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലെയും ഒക്കെ പ്രഷർ കാൽക്കുലേറ്റ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബർദൻ ട്യൂബ് പ്രഷർ ഗേജ്. മാനോമീറ്റർ വേറെ U-tube മാനോമീറ്റേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് ഒരു കണ്ടെയ്നറിൽ നിറച്ചിരിക്കുന്ന ദ്രാവകത്തിൻ്റെയോ വാതകത്തിൻ്റെയോ പ്രഷർ കണ്ടുപിടിക്കാൻ, ചെറിയ പ്രഷറുകൾ വേരിയേഷൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് U-tube മാനോമീറ്റേഴ്സ്. ഈ തരത്തിലാണ് U-tube മാനോമീറ്റേഴ്സ്. ഇവിടെ പ്രഷർ ടു ബി മെഷേർഡ്, പ്രഷർ മെഷർ ചെയ്യേണ്ട ഭാഗം, അതൊരു സിലിണ്ടർ ആവാം, പൈപ്പ് ആവാം, അതിൽ നിന്ന് ഈ U-tubeൻ്റെ ഒരു U ഷേപ്പിലുള്ള ഗ്ലാസ് ട്യൂബാണ്. അത് ഇങ്ങനെ ഒരു ബോട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതിനുള്ളിൽ മെർക്കുറി നിറച്ചിരിക്കുന്നു. ഈ മെർക്കുറി ലെവൽ രണ്ടിൻ്റെയും ലിംബിൽ ഒരു ഭാഗം അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്നു. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടെയ്നറിനുള്ളിലെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ മർദ്ദം ഇതിനുള്ളിൽ ഓവർ പ്രഷർ ഇല്ല എങ്കിൽ, പ്രഷർ ഇല്ല അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ, ഈ രണ്ട് ലിംബിലെയും ഈ U-tubeലെ രണ്ട് കാലിൻ്റെയും ഉള്ള മെർക്കുറി ലെവൽ തുല്യമായിരിക്കും, ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ഇവിടെയുള്ളൂ, ഇവിടെ പ്രഷറിൻ്റെ കൂടുതലോ കുറവോ ഇല്ല. അപ്പോൾ ഒരേ ലെവലിൽ നിൽക്കും. നേരെ മറിച്ച് ഇവിടെ മർദ്ദം കൂടുതലാണെങ്കിൽ, ഹൈ പ്രഷർ, ഇവിടെ മർദ്ദം കൂടുതലാണെങ്കിൽ ഈ ലിംബിലെ മെർക്കുറി ലെവൽ താഴ്ന്നും ഈ ലെവലിലെ മെർക്കുറി ലെവൽ ഈ ട്യൂബിലെ മെർക്കുറി ലെവൽ ഉയർന്നും നിൽക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈറ്റ് അളന്നിട്ട് അത് എത്ര മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണെന്ന് കണ്ടെത്തി അത് ഓവർ പ്രഷറാണ്, ഹൈ പ്രഷർ. അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ ഉയർന്ന പ്രഷർ, അന്തരീക്ഷ മർദ്ദം ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ ഉയർന്ന പ്രഷറാണ് ഈ ഭാഗത്തുള്ളതുകൊണ്ട്, ഈ സിലിണ്ടറിലുള്ളതുകൊണ്ട് ഈ ഭാഗത്തെ മെർക്കുറി താഴ്ന്നു നിൽക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ഇവിടുത്തെ ഓവർ പ്രഷർ. ഈ നേരെ മറിച്ച് ലോ പ്രഷർ ആണെങ്കിൽ ഇവിടുത്തെ ഈ സിലിണ്ടറിലെ പ്രഷർ കുറയാകുകയും അന്തരീക്ഷ മർദ്ദം അതിനേക്കാളും കൂടുതലാവുകയും ചെയ്താൽ ഇവിടുത്തെ ലെവൽ താഴ്ന്നു നിൽക്കുകയും ഈ ലെവൽ ഉയർന്നു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന ലെവലും ഈ ലെവലും
രണ്ടാമത്തെ ലിംബിലെ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, എത്ര മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ മില്ലി ബാറിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ മറ്റൊരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ ട്യൂബിൻ്റെ അകത്ത് ഒരു ദ്രാവകം നിറച്ചിരിക്കുന്നു. ഇവിടെ ലോവർ അണ്ടർ പ്രഷറാണ്, അതുകൊണ്ട് ഈ ഭാഗത്തെ മെർക്കുറി ഉയർന്നു നിൽക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് H2. അതാണ് ഇവിടുത്തെ റീഡിങ്. ഇവിടെ H1 നിന്ന് ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് H1 കുറച്ച് കഴിഞ്ഞാൽ H2 ലഭിക്കും. ഇവിടെ ഓവർ പ്രഷറാണ്, ഈ ട്യൂബിൽ പ്രഷർ കൂടുതലാണ്. അവിടെ ഈ ലിംബിൽ പ്രഷർ കൂടുന്നതുകൊണ്ട് മെർക്കുറി കോളം ഈ ലെഫ്റ്റ് സൈഡിൽ താഴ്ന്നും റൈറ്റ് സൈഡിൽ ഉയർന്നു നിൽക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അളന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഓവർ പ്രഷർ. ഇത് അണ്ടർ പ്രഷറും ഇത് ഓവർ പ്രഷറും ആണ്. ഇത് യൂട്യൂബ് മാനോമീറ്ററിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. ദിസ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ യു-ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് കണ്ടെയ്നിങ് മെർക്കുറി ഇൻ വിച്ച് വൺ ലിംബ് ഈസ് ഷോർട്ടർ ദാൻ ദി അതർ. ഒരു ലിംബ്, ഈ യൂട്യൂബിൻ്റെ ഒരു ലിംബ് നീളം കുറഞ്ഞതും ഒന്ന് കൂടിയതുമായിരിക്കും. ദ ഷോർട്ടർ ലിംബ് ബെൻഡ് അറ്റ് റൈറ്റ് ആംഗിൾ ആൻഡ് കണക്റ്റഡ് ടു എ കണ്ടെയ്നർ വിച്ച് ഈസ് ഫിൽഡ് വിത്ത് ദ ഫ്ലൂയിഡ് there whose pressure is to be determined. The longer limb end is open. ഇത് ഒരു ചെറിയ ഷോർട്ടർ ലിംബ് കണ്ടെയ്നറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ലോങ്ങർ ലിംബ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അന്തരീക്ഷത്തിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു. When the pressure of the fluid is in the container is equal to the pressure of the atmosphere, then the level of mercury both limbs will be same. ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ അന്തരീക്ഷ മർദ്ദവും ഇവിടുത്തെ മർദ്ദവും സിലിണ്ടറിലെ മർദ്ദവും സെയിം ആണെങ്കിൽ ഇത് ഒരേ ലെവലിൽ നിൽക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കൂടുതലാണെങ്കിൽ ഇത് ഉയർന്ന് ഈ ലിംബ് താഴ്ന്നു നിൽക്കുന്നു. റൈറ്റ് ലിംബിലെ മെർക്കുറി ലെവൽ താഴ്ന്നു നിൽക്കുന്നു, ലെഫ്റ്റ് ലിംബിൽ ഉയർന്നു നിൽക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് അണ്ടർ പ്രഷർ, അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ പ്രഷർ. ഇനി ലാസ്റ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ പ്രഷർ ഗേജിൽ ബർദൻ ട്യൂബ് പ്രഷർ ഗേജ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈ പ്രഷറുകൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെയും അതുപോലെ ബോയിലറുകളിലെയും ഒക്കെ ആന്തരിക മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബർദൻസ് പ്രഷർ ഗേജ്. ഈ ട്യൂബിന് പറയുന്ന പേരാണ് ബർദൻസ് ട്യൂബ്. ഇവിടെ ഈ സി ഷേപ്പിൽ കാണുന്ന ഈ ട്യൂബിന് പറയുന്ന പേരാണ് ബർദൻസ് ട്യൂബ്. In IC engines, these type of pressure gauges are widely used for measurement of high pressure, temperature and vacuum. ഇത് ഹൈ പ്രഷർ അളക്കുന്നതിനും ടെമ്പറേച്ചർ അളക്കുന്നതിനും വാക്വം അളക്കുന്നതിനും ഈ ട്യൂബ് തന്നെ ഉപയോഗിക്കും. കാരണം അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. In these gauges, burden tube generally bent into C shape is used and it attempts to straighten out under pressure and temperature and contract under vacuum. ഇത് ഇവിടെ പ്രഷർ വെസലുമായിട്ട് ഈ ഭാഗം കണക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഉന്നത മർദ്ദത്തിലുള്ള നീരാവിയോ ലിക്വിഡോ ഗ്യാസോ എന്തെങ്കിലും ഈ ട്യൂബിലേക്ക് കയറുമ്പോൾ ഇതൊരു പ്രത്യേകതരം ട്യൂബാണ്. ഇത് നിവരാനുള്ള പ്രവണതയുണ്ടാവും. ആ നിവരുന്നതിനനുസരിച്ച് അതൊരു റാക്ക് ആൻഡ് പിനിയൻ വഴി ഈ പോയിൻ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് നിവരുന്നതിനനുസരിച്ച് ഇവിടെ റീഡിങ് കൂടി വരുന്നു. അത് അണ്ടർ പ്രഷർ ആണെങ്കിൽ, വാക്വം പ്രഷർ ആണെങ്കിൽ അത് പുറകോട്ട് നീങ്ങുന്നു. ഇനി ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴും ഈ ട്യൂബ് നിവരാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഒരു ബൈമെറ്റാലിക് ട്യൂബാണ്, രണ്ട് മെറ്റലുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ട്യൂബാണ്. ആ ട്യൂബ് ചൂടാകുമ്പോൾ നിവരാൻ ഉള്ള പ്രവണതയുണ്ടാവും. ആ മൂവ്മെൻറ്റ് ഒരു റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റിലൂടെ ഈ നീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ നീഡിൽ ഒരു ഡയലിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ആ ഡയലിൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രഷറാണെങ്കിൽ പ്രഷർ അളക്കാനാണെങ്കിൽ പ്രഷർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റീഡിങ് നമുക്ക് നേരിട്ട് ഇവിടെ എടുക്കാൻ സാധിക്കും.
അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫോസ്ഫർ ബ്രോൺസ് ട്യൂബ്. ഫോസ്ഫറസും ബ്രോൺസും ചേർന്ന ഒരു ട്യൂബാണ്. എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഫോംഡ് ഇൻ ടു സി ഷേപ്പ് ഓർ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. സി ഷേപ്പിൽ ഒരു സർക്കിളിൻ്റെ ഭാഗികമായ സർക്കിളായിട്ടോ അത് ബെൻഡ് ചെയ്തിരിക്കുന്നു. One end of the tube will be connected to pressure source and other end closed, connecting to pointing device over a calibrated dial. A slight movement of the tube as it straightens out under pressure be accurately measured in pounds per square inch. ചെറിയ സ്ലൈറ്റ് മൂവ്മെൻറ്റ്, ഈ ട്യൂബിൻ്റെ സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പോലും ഇത് ഈ നീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രഷർ കാലിബ്രേറ്റ് ചെയ്യുന്നു. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചിലോ ബാറിലോ മില്ലി ബാറിലോ ഒക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ നിന്ന് നേരിട്ട് നമുക്ക് റീഡിംഗ് എടുക്കാൻ സാധിക്കും. ഇനി വാതകങ്ങളെയും ദ്രാവകങ്ങളെയും സംബന്ധിച്ച ചില ലോകളാണ്, നിയമങ്ങളാണ്. ഒന്നാമത്തെ ചാൾസ് ലോ. ചാൾസ് ലോ 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ ഓർ ലോ ഓഫ് വോളിയം. ചാൾസ് ലോയിൽ ഫസ്റ്റ് ലോ ഓർ ലോ ഓഫ് വോളിയം എന്താണെന്ന് ചോദിച്ചാൽ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരുന്നാൽ the volume of a given mass of gas is directly proportional to its absolute temperature. Volume is directly proportional to temperature. At constant pressure, മർദ്ദം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയാൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതിൻ്റെ വോളിയം നേരനുപാതത്തിലാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും, അല്ലെങ്കിൽ വോളിയം വർദ്ധിക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ വർദ്ധിക്കും. പ്രഷർ അത് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തുവാണെങ്കിൽ, മർദ്ദം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുവാണെങ്കിൽ അത് വോളിയത്തിന് ആനുപാതികമായി നേരനുപാതത്തിലായിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ. അതായത് V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി രണ്ടാമത്തെ ലോ, സെക്കൻഡ് ലോ, ചാൾസ് ലോ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട്, മുമ്പേ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരുന്നു, ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരുന്നു, വ്യാപ്തം വർദ്ധിക്കാതെ നിർത്തുകയാണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദ പ്രഷർ ഓഫ് ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. വോളിയം വർദ്ധിക്കാതിരിക്കുവാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രഷർ അതിൻ്റെ ടെമ്പറേച്ചറിന് നേരനുപാതത്തിലായിരിക്കും. അതായത് ആ ഒരു കണ്ടെയ്നറിൽ പിന്നെ അതിൻ്റെ ഒരു വാതകം നിറച്ചിരിക്കുന്നു, അതിൻ്റെ അകത്ത് വോളിയം വർദ്ധിക്കുന്നില്ല, അപ്പം പ്രഷർ ടെമ്പറേച്ചറിന് നേരനുപാതത്തിലായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. P/T ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാതകത്തിൻ്റെയോ ദ്രാവകത്തിൻ്റെയോ വോളിയം കൂടാതെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനുള്ളിലെ മർദ്ദം കൂടുന്നു. അതാണ് രണ്ടാമത്തെ ലോ. ഇനി ബോയിൽസ് ലോ ഓർ ഗ്യാസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് ബോയിൽസ് ലോ അല്ലെങ്കിൽ ഗ്യാസ് ലോ പറയുന്നത്. വോളിയവും പ്രഷറും, വോളിയം കൂടുമ്പം പ്രഷർ കുറയുന്നു, അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. വോളിയവും പ്രഷറും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാറ്റമുണ്ടാകാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് ഗ്യാസ്, ഒരു നിശ്ചിത മാസ് ഗ്യാസിൻ്റെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോളിയം കൂടുമ്പം പ്രഷർ കുറയും. ഒരു നിശ്ചിത 1 കിലോഗ്രാം വാതകം ഒരു സിലിണ്ടറിൽ നിറച്ചിരിക്കുന്നു, അതിൻ്റെ വോളിയം അങ്ങ് കൂട്ടുകയാണെങ്കിൽ അവിടെ പ്രഷർ കുറയും. വോളിയം അങ്ങ് കുറയ്ക്കുകയാണെങ്കിൽ പ്രഷർ കൂടും. അല്ലെങ്കിൽ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും, മർദ്ദിക്കുമ്പോൾ അതിൻ്റെ വോളിയം കുറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലാണ്. അതായത് V is inversely proportional to P. അപ്പം V is directly proportional to 1/P. അതായത് P into V is a constant. PV is a constant. അതാണ് ബോയിൽസ് ലോ ഓർ ഗ്യാസ് ലോ. ഇനി പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. Since the Boyle's law and Charles' law cannot be applied independently
due to changes in pressure, volume and temperature. A combined law called gas equation has been formulated. Gas equation is relating to pressure, volume and temperature of perfect gas, which obeys both Boyle's law and Charles' law. A gas which obeys Boyle's law and Charles' law is called ideal gas. Since Boyle's law and Charles' law cannot be applied independently due to change in pressure and volume, and temperature, പ്രഷറും വോളിയം ടെമ്പറേച്ചറും സംബന്ധിക്കുന്ന ഈ നിയമങ്ങൾ ഓരോന്നിനും ബോയ്ൽസ് ലോയും ചാൾസ് ലോയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് മർദ്ദം കൂട്ടുമ്പം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല, ടെമ്പറേച്ചറും കൂടും. അന്നേരം പ്രഷർ അല്ലെങ്കിൽ വോളിയം കുറയ്ക്കുമ്പോൾ പ്രഷർ കൂടും, ടെമ്പറേച്ചറും ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അപ്പോൾ അതിനനുസരിച്ച് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ആ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസുകളെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നു. ആസ് പെർ ബോയ്ൽസ് ലോ, അത് രണ്ടും കൂടെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ആസ് പെർ ബോയ്ൽസ് ലോ, പി വി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് പി വി പ്രഷർ ഇൻറ്റു വോളിയം, P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു നിശ്ചിത പ്രഷറിൽ അതിൻ്റെ വോളിയം V1, വേറൊരു പ്രഷറിൽ അതിൻ്റെ വോളിയം V2. അപ്പം P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആസ് പെർ ചാൾസ് ലോ, V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് V/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ V1/T1 ഈസ് ഈക്വൽ ടു V2/T2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഒരു വസ്തുവിൻ്റെ വോളിയം V1 ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണെങ്കിൽ അതിൻ്റെ വോളിയം V1 ആണെങ്കിൽ അതേ അളവ് ഗ്യാസിൻ്റെ വോളിയം V2 ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ T2 ആയിരിക്കും. അത് തമ്മിലുള്ള അനുപാതം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ചാൾസ് ലോ പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ദി അബോവ് ടു ലോസ്, P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2 ഈസ് ഈക്വൽ ടു R. R is called ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതായത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2. അതാണ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. PV/T ഈസ് ഈക്വൽ ടു R. PV/T ഈസ് ഈക്വൽ ടു R. R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ PV ഈസ് ഈക്വൽ ടു R ഇൻറ്റു T. PV ഈസ് ഈക്വൽ ടു R ഇൻറ്റു T. T ഇപ്പുറം വരുമ്പോൾ R ഇൻറ്റു T ആവും. If mass of the gas is M, then PV is equal to M into R into T. PV is equal to M RT. P pressure in kilonewton per meter cube, V some volume in meter cube, M mass in kg, R gas constant. T is equal to absolute temperature in Kelvin. അതായത് PV is equal to MRT. ഇതാണ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗ്യാസ് കോൺസ്റ്റന്റ് R is equal to 29.27 kg കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു മീറ്റർ ഇൻറ്റു kg പെർ ഡിഗ്രി കെൽവിൻ, അല്ലെങ്കിൽ 287 ജൂൾസ് പെർ kg പെർ കെൽവിൻ. ഓക്കെ, ഇത് ഈ ഗ്യാസ് കോൺസ്റ്റന്റ് R എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ? PV is equal to MRT. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അതെങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ മുമ്പേ മുകളിൽ പഠിച്ചത്. നോട്ട് P represents absolute pressure and T represents absolute temperature in degree Kelvin. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് നോക്കുക. P represent absolute പ്രഷറാണ്, അല്ലാണ്ട് ഗേജ് പ്രഷറല്ല. ആ ഗേജ് പ്രഷറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ കൂട്ടിയാലേ അബ്സല്യൂട്ട് പ്രഷർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന P എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പ്രഷറും K എന്ന് പറയുന്നത് ഡിഗ്രി കെൽവിനിലുള്ള അബ്സല്യൂട്ട് ടെമ്പറേച്ചറുമാണ്. ട്രൂ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഗ്യാസുകളെയാണ് ട്രൂ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ട്രൂ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം, സോ ഇറ്റ് ഹാസ് വെയ്റ്റ്. അതിന് മാസും വോളിയവും ഉണ്ട്, അതുകൊണ്ട് അതിന് ഭാരവുമുണ്ട്. ഇറ്റ് ക്യാൻ ബി കംപ്രസ്ഡ് ഓർ എക്സ്പാൻഡഡ് ഇൻ ടു എ കണ്ടെയ്നർ. അതിനെ ഒരു കണ്ടെയ്നറിൽ കംപ്രസ് ചെയ്യുകയോ അതിനെ ഒരു കണ്ടെയ്നറിൽ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. 3, ഇറ്റ് ഈസ് ഇൻവിസിബിൾ. ഇനി പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷനുള്ള ചില പ്രോബ്ലംസ് ആണ്.
പി വി ഇസ് ഈക്വൽ ടു P1 ഈസ് ഈക്വൽ ടു P2 V2 ഇസ് എ കോൺസ്റ്റന്റ്. ആ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അറ്റ് 80 cubic centimeter pressure the volume of gas is 800 cubic centimeter. How much pressure be increased to bearing the volume of gas at 200 cubic centimeter? 800 cubic centimeter ഉള്ള ഒരു ഗ്യാസിനെ 200 cubic centimeterലേക്ക് മാറ്റണമെങ്കിൽ എത്ര പ്രഷർ കൊടുക്കണം? ഇപ്പോൾ ആദ്യത്തെ പ്രഷർ 80 സെൻറ്റിമീറ്റർ മെർക്കുറിയാണ് ആദ്യത്തെ പ്രഷർ. അത് 800 cubic centimeter ഉള്ള 200 cubic centimeterലേക്ക് കംപ്രസ് ചെയ്യണം. അപ്പോഴത്തേക്കും പ്രഷർ എന്തായാലും കുറയും. അപ്പം പ്രഷർ P1 ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ. അന്നേരത്തെ വോളിയം 800 cubic centimeter. വോളിയം രണ്ടാമത്തെ അത് കംപ്രസ് ചെയ്യുമ്പോഴുള്ള വോളിയം 200 cubic centimeter. ആസ് പെർ ബോയിൽസ് ലോ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. P2 ഈസ് ഈക്വൽ ടു P1 V1 ബൈ V2. അതായത് P1 V1 80 × 800 ബൈ 200. അപ്പോൾ ഇത് 20 പോയി 8/2 4 × 80 28 280 സെൻറ്റിമീറ്റർ മെർക്കുറി ആയിരിക്കും. അപ്പോൾ 280 സെൻറ്റിമീറ്റർ ആയിരിക്കും P2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങളതിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.